പാലക്കാട് അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച് യുവതി മരിച്ചുവെന്ന വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. ഈ രോഗം ശരീരത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ഇവ പല്ലിനെയും വായയുമൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. ജനിതക കാരണങ്ങളാൽ ചുവന്ന രക്തകോശങ്ങൾക്കുണ്ടാകുന്ന അസാധാരണ രൂപമാറ്റത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് അരിവാൾ രോഗം അഥവാ അരിവാൾ രോഗവിളർച്ച അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും. രക്താണുക്കൾ സാധാരണക്കാരിൽ 120 ദിവസം ജീവിക്കുമ്പോൾ അരിവാൾ രോഗമുള്ളവരിൽ 30 മുതൽ 60 ദിവസങ്ങൾ മാത്രമായിരിക്കും ജീവിക്കുക. ഈ പ്രശ്നം അനീമിയയിലേക്ക് അഥവാ വിളർച്ചയിലേക്ക് നയിക്കും. ശ്വാസമുട്ടൽ, കൈകാലുകളിൽ വേദന, പനി, വയറുവേദന എന്നിവ ഈ രോഗികളിൽ അനുഭവപ്പെടും. ബിലിറൂബിൻ കൂടുതലായി രക്തത്തിൽ കാണപ്പെടുന്നതിനാൽ കണ്ണുകളിൽ മഞ്ഞ നിറം കാണാം. എന്നാൽ ഇത് മഞ്ഞപ്പിത്തത്തിൽ ഉൾപ്പെടുന്നതല്ല. ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ രൂപം മാറി അരിവാൾ രൂപത്തിലായി ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അരിവാൾ രോഗമെന്ന് പറയുന്നത്. ഈ അരിവാൾ രൂപത്തിലായ രക്താണുക്കൾക്ക് രക്തക്കുഴലുകളിലെ ഭിത്തിയിലേക്ക് ഒട്ടിപ്പിടിക്കുവാനുള്ള ടെൻഡൻസി ഉള്ളതിനാൽ രക്തം ഒഴുകുന്നതിന് തടസ്സമുണ്ടാകുകയും വേദനയും കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും കോശങ്ങൾ എന്നേക്കുമായി നശിച്ചു പോകുന്നതിനും കാരണമാകും. ഇനി അറിയേണ്ടത് ഈ രോഗമുള്ളവരുടെ വായിലും പല്ലിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്. സാധാരണയായി ഇത്തരത്തിലുള്ള രോഗികളിൽ കണ്ടുവരുന്ന ഒന്നാണ് പൾപ്പ് നെക്രോസിസ്. ഇത് പല്ലിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന തടസ്സം മൂലം സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പല്ലുകൾക്ക് ജീവനില്ലാതെ ആ പല്ലുകൾക്ക് നിറവ്യത്യാസം സംഭവിക്കുന്നു. അതിനാൽ ഈ രോഗികളുടെ പല്ലിലെ അണുബാധ തടയുന്നതിനായി ദീർഘകാല അടിസ്ഥാനത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ പാർശ്വഫലമായ ഫംഗസ് അണുബാധയിലേക്ക് നയിക്കപ്പെടും. അരിവാൾ രോഗികൾക്ക് വിളർച്ചയുള്ളതിനാൽ വായുടെ ഉൾഭാഗങ്ങളിലെ തൊലി മഞ്ഞ നിറത്തിൽ കാണപ്പെടും. കൂടാതെ നാവിലെ ടേസ്റ്റ് ബഡ്സ് നഷ്ടപ്പെട്ട് സ്മൂത്തായി കൂടുതൽ ചുവന്ന നിറത്തിൽ നാവ് കാണപ്പെടുകയും ചെയ്യും. മോണരോഗങ്ങളും നിരന്തരമായി കാണപ്പെടാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്തയോട്ടം തടസ്സപ്പെടുന്നതിനാൽ താടിയെല്ലുകളിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് അസ്ഥികൾക്ക് അണുബാധയുണ്ടാകാനിടയുണ്ട്. ഈയൊരു രോഗത്തിന് കൃത്യമായൊരു മരുന്നോ ചികിത്സയോ ഇല്ല. വിളർച്ച കുറയ്ക്കുന്നതിന് ഫോളിക് ആസിഡ് നൽകുന്നതാണ്. ഇത്തരക്കാരുടെ പല്ലുകൾ വീക്കായതുകൊണ്ട് തന്നെ ഒരു പോടുണ്ടായാൽ അടയ്ക്കുന്നതിലും പല്ലിനെ മുഴുവൻ കവർ ചെയ്യുന്ന ക്യാപ്പുകൾ ഇടുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. കൂടാതെ താടിയെല്ലുകൾ ദുർബലമായതിനാൽ പല്ല് പറിക്കുക പോലെയുള്ള ചികിത്സകൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതും മറ്റ് അണുബാധകൾ ഉണ്ടാകില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്.